ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്ചുവിൻ്റെയും അതുപോലെ ഹരിയുടെയും കച്ചവടത്തിനെ പറ്റിയും അവരുടെ ബിസിനസ്സിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാവരും ഇരുന്ന് ചർച്ച ചെയ്യുക. പിന്നെ മക്കളുടെ ഈ ഒരു ഉയർച്ച കണ്ട് സ്വർഗത്തിലിരുന്ന് അച്ഛൻ സന്തോഷിക്കുന്നുണ്ടാവും എന്ന് പൂർണ്ണിമ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ സേതു ചെന്ന് സ്വാതിയോട് പറഞ്ഞു, ചേച്ചിയുടെ കഴിവ് തെളിയിച്ചു, ഇനി തെളിയിക്കേണ്ടത് നീയാണെന്ന് സ്വാതിയോട് പറയുക കേട്ടോ. ഈ ചെറിയ വായിൽ വലിയ വർത്തമാനം പറയാതെ പോരുത്, പഠിക്കടി എന്നും പറഞ്ഞിട്ട് സ്വാതിയെ വഴക്ക് പറഞ്ഞു. പരീക്ഷ വരാൻ പോകുന്നത് 1ാം റാങ്ക് വാങ്ങിച്ചില്ലെങ്കിലേ നിന്റെ ചെവി ഞാൻ പൊന്നാക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ വഴക്ക് പറയുന്നു. അപ്പം അത് ശരിയാ, പഠിത്തം മാത്രമാണ് മുഖ്യമെന്നും പറഞ്ഞിട്ട് നമ്മുടെ പല്ലവിയും പറഞ്ഞു. അങ്ങനെ സ്വാതി പഠിക്കാനായിട്ട് അങ്ങ് പോയി. ഇവരെല്ലാവരും ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഋതുക ഓഫീസിലിരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ പേപ്പറുകളും കാര്യങ്ങളും ഒക്കെ നോക്കുവാണ്. അപ്പോൾ തന്നെ ഫോൺ എടുത്ത് ആരെയോ വിളിക്കുന്നു. ആരെയോ വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഒരാൾ അങ്ങോട്ടേക്ക് വന്നു. എന്താ മാഡം വിളിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അതെ ചാർജ് എടുത്തിട്ട് 2 ദിവസം ആയില്ലേന്ന് ചോദിച്ചു. അപ്പോൾ അതെ മാഡം. എന്നിട്ട് എന്നെ വന്നെന്താ നിങ്ങൾ കാണാതിരുന്നതെന്ന് ചോദിച്ചു സ്വാതി. അത് പിന്നെ ഞാൻ അക്കൗണ്ട്സൊക്കെ നോക്കുമായിരുന്നു മാഡം എന്ന് പറയുമ്പം, ഈ സ്ഥാപനത്തിൻ്റെ ഓണർ ഞാനാണെന്നും എൻ്റെ ഈ സ്ഥാപനത്തിൽ പുതുതായിട്ട് ഒരാൾ ജോലിക്ക് വരുമ്പോൾ ഇങ്ങോട്ട് വന്ന് കണ്ട് പരിചയപ്പെടുകയല്ലേ വേണ്ടതെന്ന് സ്വാതി ചോദിച്ചു. അതല്ലേ അതിൻ്റെ മാന്യത എന്ന് ചോദിച്ചേ. അല്ല, എന്നെ അപ്പോയിൻറ്റ് ചെയ്തപ്പം സേതുമാധവൻ സാർ അതൊന്നും പറഞ്ഞില്ലായിരുന്നു മാഡം എന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടോ. സേതുമാധവനല്ല, ഞാനാണ് ഈ സ്ഥാപനത്തിൻ്റെ ഇൻചാർജ് എന്ന് പറഞ്ഞ് അതിനെ വഴക്ക് പറയുവാണ് ഈ ഋതുക. മേലാൽ ഇത് ആവർത്തിക്കരുതെന്നും പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് അദ്ദേഹം നിൽക്കുക. എല്ലാം എനിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നും ഞാൻ സജഷൻസ് തരും, അതനുസരിച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനെന്നൊക്കെ പറഞ്ഞു. അയ്യോ ഇതെന്താ മാഡം ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു. അപ്പോൾ അത് അദ്ദേഹം ബ്രദറല്ലേ മാഡത്തിൻ്റെ, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വന്ന ചേട്ടൻ ചോദിച്ചു. ബ്രദർ എന്ന് പറഞ്ഞാൽ ഹാഫ് ബ്രദറേ ഉള്ളൂ എന്നും എനിവേ ലീവ് ഇറ്റ് ചെല്ലാൻ പറഞ്ഞു. അതൊക്കെ പോട്ടെ, ഞാനിപ്പോൾ വിളിപ്പിച്ചതേ ഇത് നോക്ക, ഈ പർച്ചേസിൻ്റെ ഫയലൊന്ന് പാസ്സാക്കണമെന്ന് പറയാനാണെന്ന് പറഞ്ഞ് അതങ്ങ് കൊടുത്തു. അപ്പോൾ വേഗം വേണമെന്നും പറഞ്ഞു. അപ്പോൾ ആ പുള്ളിക്കാരൻ ആ ഫയൽ മേടിച്ച് നോക്കി. ഋതുക അന്നേരം ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുക, ഭയങ്കര ദേഷ്യത്തിൽ, ഭയങ്കര ജാടയിട്ട്, ഭയങ്കര ഇതായിട്ട്. അപ്പോൾ ഈ ചേട്ടൻ ആ ഫയലും കാര്യങ്ങളെല്ലാം മുഴുവനെ നോക്കി കഴിഞ്ഞപ്പോഴും ഋതുക ഇങ്ങനത്തെ കള്ളത്തരൊക്കെയുള്ള പോലൊക്കെ ഇരിക്കുക കേട്ടോ. അദ്ദേഹം ഇത് മൊത്തം നിന്ന് വായിക്കുന്നതൊക്കെ ഋതുക ഇങ്ങനെ ഇരുന്ന് നോക്കുക. അപ്പോൾ മാഡം ബുദ്ധിമുട്ടാണല്ലോ മാഡം എന്നാ സാറ് പറഞ്ഞു. 50,000 രൂപയ്ക്ക് മുകളിലുള്ള എന്ത് ഇടപാട് നടക്കുന്നുണ്ടെങ്കിലും അത് സേതുമാധവൻ സാർ അറിയാതെ ചെയ്യരുതെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളതെന്നുള്ള കാര്യം അദ്ദേഹം ഋതുകയോട് പറയുക. അല്ല, ഞാൻ ഈ ഫയല് സേതുമാധവൻ സാറിനെ ഒന്ന് കാണിക്കട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം എതിർപ്പൊന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പാസ്സാക്കാം മാഡം എന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടോ. ഋതുകയ്ക്ക് അവിടെ മൊത്തം തിരിച്ചടിയായി തുടങ്ങി. ഇവള് ചാടി അങ്ങ് എഴുന്നേറ്റിട്ട് അദ്ദേഹത്തിനോട് ചൂടാകുവാണ്. എനിക്ക് ആരുടെയും ഒരൗദാര്യവും വേണ്ട, താനിത് പാസ്സാക്കണ്ട, നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എന്താണെന്ന് വെച്ചാൽ ആയിക്കോ, എനിക്കൊന്നും അറിയണ്ടെന്നും പറഞ്ഞ് തുള്ളി ഇറങ്ങി അങ്ങ് പോയി കടൽ തീരത്തിരിക്കുക. ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ. അപ്പോഴാണ് അത് വഴി ഒരു ചേച്ചി വരുന്നത്. അത് ഈ കൈ നോക്കുന്ന ചേച്ചി. അപ്പോൾ കൈ നോക്കുന്ന ചേച്ചി ഈ ഋതുകയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, കൈ നോക്കണോ മോളെ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു ഋതുക. കലങ്ങി മറിഞ്ഞ് നിൽക്കുകയാണല്ലോ മനസ്സ് എന്ന ചേച്ചി പറഞ്ഞു. അപ്പോൾ ഉണ്ടായിരുന്ന അധികാരം മുഴുവനും പോയി, ഇപ്പം വെറും പാവയായല്ലേ, ശരിയല്ലേ ഞാൻ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പം ആയിരിക്കാമെന്നല്ല, അതാണ് സത്യമെന്ന് ഈ ചേച്ചി പറയുക. എനിക്ക് കാശൊന്നും വേണ്ട, കാശിനു വേണ്ടിയൊന്നും അല്ല കേട്ടോ മോളെ ഞാനിത് ചെയ്യുന്നതെന്നൊക്കെ ആ ചേച്ചി പറയാം. ഹസ്തരേഖ അതൊരു ശാസ്ത്രമാണെന്നും എനിക്കൊരവസരം തന്നാൽ മോൾക്കത് മനസ്സിലാകുമെന്നും ആ ചേച്ചി ഋതുകയോട് പറയാം. ഋതുക ഇങ്ങനെ ആലോചിക്കുക കേട്ടോ, അവസരം കൊടുക്കണോ. എന്നിട്ട് പിന്നെ കൈ നീട്ടി കൊടുത്തു. നോക്കിക്കോളാൻ പറഞ്ഞു. ആ ചേച്ചി നമ്മുടെ ഋതുകയുടെ കൈ നോക്കിയിട്ട് എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി ഋതുക കാത്തിരിക്കുക. അപ്പോൾ കൈയൊക്കെ നല്ല മാന്യമായിട്ട് ചേച്ചി നോക്കി. വലിയൊരു മാറ്റത്തിൻ്റെ വക്കിലാണല്ലോ മോളിപ്പോൾ നിൽക്കുന്നത് എന്നീ ചേച്ചി പറഞ്ഞു. ഇപ്പോഴത്തെ ജീവിതം മോൾക്കും മടുക്കാനുള്ള സാധ്യതകളും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ശത്രുക്കൾ നശിക്കാൻ സാധ്യതയുണ്ടോ, അതാണ് എനിക്ക് അറിയേണ്ടത് എന്ന് നമ്മുടെ ഋതുക ചോദിക്കുമ്പം, ആരാ മോളെ ഈ ശത്രുക്കളെന്ന് ചോദിച്ചു. നമ്മുടെ ശത്രുക്കളും നമ്മൾ തന്നെയാണെന്ന് ആ ചേച്ചി ഋതുകയോട് പറയുക. സാധാരണ മനുഷ്യരെ മോള് ശ്രദ്ധിച്ചിട്ടില്ലേ, ആരോഗ്യമുള്ള കാലത്ത് കാശിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കും. പിന്നെ കുറേ സമ്പാദിച്ചിട്ട് ജീവിതം ആസ്വദിക്കാമെന്ന് അവർ വിചാരിക്കും. എന്നിട്ട് എന്താ അവസാനം സംഭവിക്കുക? എന്തെങ്കിലും കാര്യമുണ്ടോ? നേടിയ കാശ് മുഴുവനും വയസ്സാം കാലത്ത് ആരോഗ്യം നോക്കാൻ വേണ്ടി ചെലവാക്കേണ്ടി വരില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒന്ന് ആലോചിക്കാം. മനസമാധാനത്തോടെ ഇരുന്ന് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് മോളെ ഏറ്റവും വലിയ ജീവിതം, അതാണ് നീ മനസ്സിലാക്കേണ്ടതെന്ന് ആ ചേച്ചി പറഞ്ഞു കൊടുക്കുകയാണ്. മോൾക്കിപ്പോൾ വേണ്ടതും അതുപോലെ ഒരു ജീവിതമാണ്, ശരിയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ആണെന്നും പറയാം അല്ലെന്നും പറയാവുന്ന ഋതുക. ഒന്നിനും അങ്ങ് സ്ഥായിയായിട്ടൊരു പുള്ളിക്കാരി പറയുന്നില്ല. അതെല്ലാം പറഞ്ഞിട്ട് മോൾക്ക് അടുത്ത് തന്നെ
ഇപ്പം ജീവിക്കുന്ന ഈ ഒരു ജീവിതം മടുക്കും എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നുള്ള കാര്യം പറയാം. വല്ലാത്തൊരു വിരുക്തി തോന്നി തുടങ്ങിയെന്നും അത് മോളെ അധികം വൈകാതെ പിടികൂടുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ചേച്ചി പറയുക. ഋതുക്കൊന്നും മിണ്ടുന്നില്ല. മോള് വളരെയേറെ സൂക്ഷിക്കണം, എല്ലാം ഇട്ടെറിഞ്ഞു പോകാനുള്ള സാധ്യതകൾ വരെ കാണുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ പോയാലും പക്ഷെ മോള് തിരിച്ചു വരും. സൂര്യനെ പോലെ തേജസ്സുള്ള ഒരാൾ മോളുടെ ജീവിതത്തിൽ വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അദ്ദേഹം അവർ പറയുക. അന്തം വിട്ടിങ്ങനെ ഋതുക നോക്കുക, അത് ആരാ അത് എന്നുള്ള രീതിയിൽ. അയാൾ മോളുടെ ജീവിതത്തിലെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം അതായത് അങ്ങനെ ഒരാൾ എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ വരും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് തെറ്റി, അങ്ങനെ ഒരാൾ എൻ്റെ ജീവിതത്തിലേക്ക് വരാനേ പോകുന്നില്ല എന്ന് ഋതിക പറയുക കേട്ടോ. ഇന്ന് വരെ ആർക്കും ഞാൻ എൻ്റെ മനസ്സിൽ സ്ഥാനം കൊടുത്തിട്ടില്ല എന്നും ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ രേഖകൾ പറയുന്നതാണ് മോളെ ഞാൻ അറിയിച്ചത്, തർക്കിക്കാൻ ഞാൻ ആളല്ല എന്നും ആ ചേച്ചി പറഞ്ഞു. വരും എന്ന രേഖകൾ പറഞ്ഞാൽ അത് വന്നിരിക്കുമെന്നും ആ ചേച്ചി പറയുക. എനിക്ക് തെറ്റിയാലും രേഖകൾക്കത് തെറ്റില്ല മോളെ എന്നൊക്കെ ആ ചേച്ചി ഋതികയോട് പറഞ്ഞു കേട്ടോ. ഋതിക ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുക. ഋതികയെ പറ്റി ഒളിഞ്ഞു കിടക്കുന്നൊക്കെ ഈ ചേച്ചി കൈ നോക്കി അങ്ങ് പറഞ്ഞു. ഒട്ടും പ്രതീക്ഷിച്ചില്ല അവൾ. അങ്ങനെ പിന്നെ കോപ്പ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നിടത്താണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സേതുവിനെയും ഹരിയെയും. അപ്പോൾ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോഴേക്കും അച്ചുവും അതുപോലെ തന്നെ പല്ലവിയും നൈറ്റിയും പില്ലോയും ഒക്കെ ആയിട്ട് വന്നു ഇവരെ ഇടിക്കാനായിട്ട്. എന്നിട്ട് ഇവർ തന്നെ ഇത് ഇട്ടുകൊണ്ടൊക്കെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഹരി ഇടാതെ ഇരിക്കുന്ന സമയത്ത് അച്ചു പറഞ്ഞു, ഹരിക്കിടാൻ മടിയാണെങ്കിൽ ഞാനത് ഇടിച്ചു തരാം. അയ്യോ വേണ്ട, ഞാൻ ഇട്ടോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹരിയും അതുപോലെ സേതുവും കൂടി ഈ നൈറ്റി ആക്കി ഇട്ടു. അപ്പോൾ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. തൊട്ടിൽ കിടക്കുന്ന കൊച്ചിന് അമ്മ ഇങ്ങനെ എത്തിയെടുക്കാൻ പോകുമ്പം ഇവിടെ കുറച്ച് ടൈറ്റ് ആകും കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇതിൻ്റെ ആ ഒരു സെറ്റപ്പൊക്കെ നമ്മുടെ സേതു അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുക ഇവർക്ക്. അപ്പോൾ നമ്മുടെ പല്ലവി പറഞ്ഞു, അച്ചു അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ലെഫ്റ്റ് സൈഡാണ്, ലെഫ്റ്റ് എഴുതിക്കോളാൻ പറഞ്ഞു സേതു. അങ്ങനെ ഓരോ പോരായ്മകളൊക്കെ പറയുക. അങ്ങനെ ഇത് ഇടിച്ച് നോക്കിയിട്ട് ഇവരെ കൊണ്ട് അഭിനയിപ്പിക്കുകയാണ്. കൊച്ചിനെ എടുക്കുന്നത്, കുഞ്ഞിനെ ഉറക്കുന്നത്, അങ്ങനെ ഒരമ്മ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതെല്ലാം ഈ നൈറ്റി ഇട്ടുകൊണ്ട് കംഫർട്ടാണോ എന്നാണ് ഇവർ നോക്കിക്കുന്നത്. എന്നിട്ട് പിന്നെ രണ്ടെണ്ണത്തിനെയും കൂടെ അവിടെ ഇട്ട് ഇങ്ങനെ ഓരോ ഇതൊക്കെ കാണിക്കുക. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു പില്ലോയൊക്കെ എടുത്ത് രാരോ എന്നൊക്കെ പറഞ്ഞ് രാരീരം രാരാരോ ഒക്കെ പഠിക്കുകയാണ് നമ്മുടെ സേതു. പല്ലവിയും അച്ചും കൂടെ ചേർന്ന് സേതുവിനെയും ഹരിയെയും. അപ്പോൾ കൊച്ചിൻ്റെ താരാട്ട് പാടിയൊക്കെ ഉറക്കിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് സേതു ചോദിച്ചു. നല്ല ബോറായിരുന്നു എന്ന് പല്ലവി നേരം പറയുകയും ചെയ്തു. ഇനി നിങ്ങൾ കുഞ്ഞിനെ നിലത്തൊന്ന് കിടത്താൻ പറഞ്ഞു. അപ്പം പല്ലവി നമ്മുടെ കുഞ്ഞിനെ നിലത്ത് കിടത്തി ഉറക്കാനോ എന്ന് സേതു ചോദിക്കുമ്പോൾ സേതുവായിട്ട് ചുമ്മാ കളിക്കരുത് കേട്ടോ എന്ന് പല്ലവി. അപ്പോൾ അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുക. മര്യാദയ്ക്ക് കിടത്താൻ പറഞ്ഞു. അല്ല പൊന്നുമടത്തിൻ്റെ സ്റ്റാറ്റസൊക്കെ വെച്ച് നിലത്ത് കിടത്തണം, അതാ ഞാൻ വേണമെങ്കിൽ കിടത്താൻ കേട്ടോ എന്ന് പറഞ്ഞാൽ തലേണ്ട രണ്ടുപേരും കൂടെ നിർത്തി. അതിനുശേഷം തട്ടി വീഴാനുള്ള സാധ്യത നൈറ്റ് ഇട്ടുകൊണ്ടുണ്ട്, അത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവരെ കൊണ്ട് അതിൻ്റെ റിസൾട്ടുകൾ കംപ്ലീറ്റ് സെറ്റാക്കുകയാണ് രണ്ടുപേരും കൂടെ ചേർന്ന്. അങ്ങനെ അവർ ആ ഒരു കച്ചവടവും കാര്യങ്ങളൊക്കെ സെറ്റാക്കുമെന്ന് തറപ്പിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സ്വാതിയാട്ടോ. സ്വാതി ഇരുന്ന് അവിടെ ഭയങ്കര പഠിത്തവും കാര്യങ്ങളും. അപ്പോൾ സേതു അങ്ങോട്ടേക്ക് വന്ന് പതുക്കെ ചെവിക്ക് അങ്ങ് പിടിച്ചു. അയ്യോ സേതുട്ട വീട് വേദനിക്കുന്നു എന്ന് പറഞ്ഞു സ്വാതി. അപ്പം ചെവിയിൽ പാട്ടും വെച്ചുകൊണ്ട് നോട്ട് എഴുതിയാൽ മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ എന്ന് ചോദിച്ചു. ആരെയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അടി ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചെവി പിടിച്ചപ്പോൾ അയ്യോ ഏട്ടാ ഞാൻ ഇങ്ങനെയാണ് പഠിക്കാറ്, നോട്ട് എഴുതുമ്പോൾ പാട്ട് കേട്ടാൽ ഇപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു സ്വാതി. എനിക്ക് വേദനിക്കുന്നത് വിടാൻ പറഞ്ഞു. കള്ളത്തരം എന്ത് ചെയ്താലും രണ്ട് ചെവി ഞാൻ പൊന്നാക്കുമെന്നും പറഞ്ഞ് സ്വാതിയുടെ ചെവി പിടിച്ച് തിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചു പല്ലവി വന്നു. എന്താ ഇവിടെ പ്രശ്നം? അപ്പോൾ പഠിക്കുവാണെന്നാ വെപ്പ്, പാട്ട് കേട്ടുകൊണ്ടിരിക്കുക അവള്. ഞാനത് കയ്യോടെ പൊക്കിയെന്ന് പറഞ്ഞ് ഇത് പറയുമ്പം അയ്യോ ഞാൻ സ്ഥിരം ഇങ്ങനെ ചെയ്യാറ് ചെയ്തു കേട്ടാ, ചേച്ചി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. പാട്ട് കേട്ടുകൊണ്ട് അപ്പോൾ പാട്ടും പഠിത്തമൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു സ്വാതി. അപ്പോൾ സേതുവായിട്ട് ചെവിന്ന് വിടല്ലേ പറഞ്ഞ അവളെ പറഞ്ഞുകൊണ്ട് കൈ അങ്ങ് പിടിച്ച് മാറ്റി നമ്മുടെ പല്ലവി. അപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവി മേടിച്ച ബുക്ക് നോക്കുക. അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ പല്ലവി ഇവൾ നമ്മളെ പറ്റിക്കായിരുന്നില്ലേ എന്ന് ചോദിച്ചു. 1-ാം റാങ്ക് വാങ്ങിക്കാനുള്ള വാക്കൊക്കെ തന്നിട്ട് അത് വെറും വാക്കാകുമെന്നാണ് എനിക്ക് തോന്നുന്നു, ഇവൾ ഉഴപ്പാണെന്നൊക്കെ പറഞ്ഞു. നോക്കിക്കോ എന്നും പറഞ്ഞ് സേതു പറഞ്ഞപ്പോൾ ഈ ഏട്ടനൊന്നും അറിയത്തില്ല എന്ന് സ്വാതി. അല്ലെങ്കിൽ ടീച്ചർ പറയട്ടെ, കഴിഞ്ഞ തവണ ക്ലാസ്സിൽ ആരായിരുന്നു ഫസ്റ്റ് എന്ന് പറയട്ടെ, ഞാനല്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അതെന്ന് പല്ലവി സമ്മതിച്ചു. അപ്പം അതെങ്ങനെയാണ് ഞാൻ വാങ്ങുന്നത്, പഠിക്കാനിട്ടാണോ എന്ന് ചോദിച്ചു. അന്നും ഞാൻ പാട്ട് കേട്ട് തന്നെ മാർക്ക് വാങ്ങിച്ചതെന്നൊക്കെ പറയുമ്പം എന്നും പറഞ്ഞുകൊണ്ട് അന്തം വിട്ടിങ്ങനെ നമ്മുടെ സേതു നോക്കുക. അതെപ്പോൾ സംഭവിച്ചു, ഞാൻ അറിഞ്ഞില്ലല്ലോ, എന്നോട് പറഞ്ഞില്ലല്ലോ, ക്ലാസ് ടെസ്റ്റിന് നിനക്കായിരുന്നു ഫസ്റ്റ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ടീച്ചർ നിൽക്കുകയല്ലേ, ചോദിച്ചു നോക്കാൻ പറഞ്ഞു. ആണോ പല്ലവി? അപ്പോൾ ഇവള് പറഞ്ഞതാ സേതുട്ടാ ശരി, ഇപ്പം എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടി സ്വാതികയാണെന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ
അന്തം വിട്ടിങ്ങനെ നിൽക്കുമോ നമ്മുടെ സേതു. അനിയത്തെ കുറ്റം പറഞ്ഞൊക്കെ തെറ്റിപ്പോയെന്നുള്ള ഇതില്ല. അപ്പോൾ എനിക്ക് തെറ്റിയതല്ലേ എന്നൊക്കെ സേതു ഇങ്ങനെ ചോദിക്കും കേട്ടോ. എന്നാൽ പിന്നെ മോള് പാട്ട് കേട്ടോ, ഇഷ്ടം പോലെ പാട്ട് കേട്ടോളാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു ഇങ്ങനെ പറഞ്ഞു. മോള് കുറേ പാട്ട് കേൾക്കണം കേട്ടോ എന്ന് പറഞ്ഞ് അങ്ങ് പോകാൻ നോക്കുമ്പം നിൽക്ക് എൻ്റെ ചെവിക്ക് പിടിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അത് പിന്നെ അറിയാതെയല്ലേ, പഠിക്കാൻ വേണ്ടിയിട്ടല്ലേടാ. അറിയാതെ ആണെങ്കിലും അല്ലെങ്കിലും അത് തെറ്റ് തന്നെയാണ്, പറ്റിപ്പോയി. അപ്പോൾ മുതിർന്ന ആൾക്കാരല്ലേ, ഇന്നത് പിടിച്ച് തൂങ്ങണ്ടാന്ന് സേതു. പക്ഷെ പ്രായശ്ചിത്തം ചെയ്യണമെന്ന് സ്വാതി പറയാം. അപ്പം പ്രായശ്ചിത്തോ? എന്ത് പ്രായശ്ചിത്തം? ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് സേതു. എന്ത് വേണമെന്ന് ഏട്ടന് തന്നെ തീരുമാനിക്കാമെന്ന് സ്വാതി അന്നേരം പറഞ്ഞു. എന്ത് വേണം? ഞാൻ പ്രായശ്ചിത്തോ? പല്ലവി എന്താ ഇത്? അതെ ചെയ്തേ പറ്റുമെന്ന് പല്ലവിയും സ്വാതിയെ സപ്പോർട്ട് ചെയ്തു. ഒരു രക്ഷയില്ല എൻ്റെ സേതുവേട്ടാ, ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് പല്ലവി ഇങ്ങനെ ഒറ്റ കല്ല് നിൽക്കുക. ശരി, ഞാൻ വേണമെങ്കിൽ ഏത്ത വിട്ടേക്കാം, അത് മതിയോ? അത് മതി, ഒരു 100 ഏത്ത വിട്ടോളാൻ പറഞ്ഞു അന്നേരം സ്വാതി. 100 എണ്ണോ? തുടങ്ങ് വേഗം തുടങ്ങാൻ പറഞ്ഞു അനിയത്തി ചേട്ടനോട്. അപ്പം 100ൽ കുറയില്ലല്ലേ? 100ൽ വേഗം ചെയ്യുക എന്ന് പറഞ്ഞ് സേതുവിനെ കൊണ്ട് ഇവർ ഏത്ത ഇടിപ്പിക്കുക. സേതു 1, 2, 3, 4, 10 വരെ ഇട്ടപ്പം മതി തൽക്കാലം ക്ഷമിച്ചിരിക്കുന്നു, ബാക്കി പിന്നീട് അപ്പോൾ പൊക്കോ എന്ന് സ്വാതി പറയുന്നു. സേതു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോയി. ശരിയെന്ന് പറഞ്ഞിട്ട് എന്നാലും ഇങ്ങനെ ഏത്ത ഒന്ന് ഇടിപ്പിക്കണ്ടായിരുന്നു, മോള് പഠിച്ച ചേട്ടൻ പോവുകയാണേ എന്ന് പറഞ്ഞിട്ട് സേതു അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര ദാഹം, കുറച്ച് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സേതു അവിടെ നിന്ന് പോയി. പല്ലവി അവിടെ നിന്ന് പഠിച്ചോളാൻ പറഞ്ഞിട്ട് പല്ലവി അവിടെ നിന്ന് അങ്ങ് പോയി. സ്വാതി അവിടെ ഇരുന്ന് പഠിക്കുക. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പാറുവും അതുപോലെ വിശ്വനും കൂടി ഇന്നലെ നടത്തിയ രജിസ്റ്റർ മാരേജിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കുക. പിന്നെ വളർത്തി വലുതാക്കിയ വീട്ടുകാരൻ ഞാൻ ചതിക്കുമല്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചു നിർത്തുന്നു. നമ്മുടെ കഥയിലും കഥാവിശേഷത്തിലും എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി.